സ്വാമി, സ്വാമി, നീ എന്റെ ആറ്റയും നിന്റെ വാക്കും പാലിച്ചതേയില്ല. ലക്ഷ്മിയും വിഷ്ണുവും കൊട്ടാരത്തിൽ ഇപ്പോഴും നമ്മുടെ അതിഥികളായി നമുക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. ഇല്ല സ്വാമി, ഇല്ല. അവർ ഒരിക്കലും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുകയില്ല. അവർ നമ്മുടെ ബന്ധുക്കളാണ്, ശുഭകാംക്ഷികളുമാണ്. ബന്ധുക്കൾ, ശുഭകാംക്ഷികൾ. അതാണ് നീ നിന്റെ പതിയുടെ ഇച്ഛയ്ക്കെതിരായി അവരിരുവരെയും നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയക്കാത്തത്. ബന്ധുക്കൾ എന്താ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക? എന്റെ പ്രാണനെടുക്കാൻ ഉദ്യമിച്ച തന്റെ പതി വിഷ്ണുവിനെ തടയാൻ ഞാൻ എന്താണ് സഹോദരി ലക്ഷ്മി? പറയൂ, ഇതാണോ സഹോദര്യം? വിഷ്ണുവിനറിയാൻ ഞാൻ പത്നിയുടെ സഹോദരനാണെന്ന്. വിഷ്ണുവാണ് എന്റെ പ്രാണൻ അപഹരിക്കുവാൻ ശ്രമം നടത്തിയത്. എന്താ സ്യാലൻ അങ്ങനെയാണോ? അദ്ദേഹം സർവ്വദേവരിലും ശ്രേഷ്ഠനത്രേ, പൂജനീയനുമത്രേ. എനിക്കെന്താണ്? ദേവന്മാർ നമ്മുടെ ശത്രുക്കളാണ്, ശത്രുക്കൾ. ഇത്തരം നിർദ്ദയനും സ്വാർത്ഥിയും നമ്മുടെ ബന്ധുവും ശുഭകാംക്ഷിയുമാകാൻ ഇടയില്ല, ഒരിക്കലുമില്ല. എന്തായാലും അവർ ഇവിടെ നിന്ന് പോയേ തീരൂ. അതെ ജലന്ധര, ഞങ്ങളും തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്നും പോകുക തന്നെയാണ്. പക്ഷെ ഞങ്ങളെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് തിരിച്ചയക്കുന്നതിന്റെ ദുഷ്പരിണാമം നീ അനുഭവിക്കും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, നിന്റെ സർവനാശവിധ സമീപത്തെത്തി. നീ സ്വയം ഞങ്ങളെ ഇവിടെ ആചാരപൂർവ്വം കൊണ്ടുവന്നു. പക്ഷെ അപമാനിച്ച് തിരിച്ചയക്കുന്നതിൽ തെറ്റാണ് ചെയ്യുന്നത്. ഇത്തരം അസ്ഥിര ബുദ്ധിയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും സ്ഥിരത നേടില്ല. നിന്റെ കാര്യവും അങ്ങനെ തന്നെ. നമുക്കിവിടെ നിന്നും പോകാം സ്വാമി. ദേവിയുടെ ഇച്ഛ പോലെ. അതിഥികളെ അപമാനിക്കുന്നത് മഹാപാപമാണ് സ്വാമി. അതിഥികളെ അധിക്ഷേപിച്ച് അങ്ങ് മഹാപാപത്തിന് ഉത്തരവാദിയായി. അതിന്റെ ദുഷ്പരിണാമത്തിൽ നിന്ന് അങ്ങേ ആരു രക്ഷിക്കും? മഹാറാണി വൃന്ദ, ബലവാനും പരാക്രമിയും ദുഷ്പരിണാമത്തെ ഭയപ്പെടുന്നില്ല. തന്റെ സുരക്ഷയുടെ കാര്യത്തിൽ സ്വയം സമർത്ഥനുമാകും. ഗുരുവര, ജഗത്തിലെ ഏതു ബലവാനും പരാക്രമിയും പ്രകൃതി നിയമവും വിധിയുടെ വിധാനവും അനുസരിച്ച് മാത്രമേ ബലവാനാകൂ. നീതിവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പരിണാമത്തിന്റെ ഫലം ഏവർക്കും അനുഭവിക്കേണ്ടി വരും. വിധിയുടെ വിധാനത്തെ നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ സൂക്ഷിച്ചുകൊള്ളുക. അതെങ്ങാനും പറന്നു പോകരുത്. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ് ജലന്ധര, വളരെ സന്തുഷ്ടനാണ്. താങ്കൾ ഒരിക്കൽ കടിച്ച കല്ലെടുത്ത് ദൂരെ കളഞ്ഞു. താങ്കൾ ഇനി സ്വർഗത്തെ ആക്രമിക്കാൻ ഒരുക്കം തുടങ്ങിക്കൊള്ളുക മഹാരാജൻ. സ്വാമി, സ്വർഗത്തെ ആക്രമിക്കുന്നത് അനിഷ്ടങ്ങൾ ഉണ്ടാക്കും. അങ്ങ് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പ്രവർത്തിക്കണം. എന്റെ ബുദ്ധിയോ അതോ നിന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്? വൃന്ദ, ഇത് നിനക്കുചിതമാകില്ല. നീ നിന്റെ സീമ ലംഘിക്കരുത്. നാരായണ നാരായണ. ഭഗവാൻ പരമശിവൻ എന്തൊരു പ്രവൃത്തിയാണ് എന്നെ ഏൽപ്പിച്ചത്? ഞാൻ ദേവി പാർവതിയുടെ ക്രോധാഗ്നി ജ്വലിപ്പിക്കണമെന്നോ? അതും കൗശലം കൊണ്ട്. പക്ഷെ എങ്ങനെ? എന്ത് കൗശലം കൊണ്ട്? ദേവി പാർവതിയുടെ ക്രോധാഗ്നി ആളിക്കത്തി എന്നെയും എന്റെ കൗശലത്തെയും ദഹിപ്പിച്ചു കളഞ്ഞാലോ? ഇല്ല ഇല്ല, ഞാൻ എന്റെ കൗശലത്തിന്റെ പ്രയോഗം എന്നോളം കൗശലമില്ലാത്തവരിലേ പ്രയോഗിക്കാറുള്ളൂ. അധികം സൂത്രശാലികളിലില്ല. പക്ഷേ ഭഗവാൻ വിശ്വനാഥൻ എന്നെ അത്തരം ഒരു പ്രവൃത്തി ഏൽപ്പിക്കുമോ എനിക്ക് അഹിതമായത്? ഞാൻ നാരായണ നാരായണ. ജയ ജയ ലക്ഷ്മി നാരായണ. പക്ഷെ പ്രഭു,
നിങ്ങൾ രണ്ടുപേരും ജലന്ധരന്റെ അതിഥികളായിരുന്നല്ലോ. ഇത്ര വേഗത്തിൽ എങ്ങനെ തിരിച്ചു പോന്നു? തിരിച്ചു പോന്നതല്ല, തിരിച്ചയച്ചതാണ്. സോദരിയുടെ ഗൃഹത്തിൽ നിന്ന് ഭ്രാതാവ് മടങ്ങും. പക്ഷെ ഭ്രാതാവിന്റെ ഗൃഹത്തിൽ നിന്ന് സോദരി മടങ്ങുക, ഇത് കേട്ട് ദുഃഖം തോന്നുന്നു. അതായത് താമസിക വൃത്തി വികസിച്ചു വരുന്നു എന്ന അർത്ഥം. അതേ നാരദ, അത് ശരിയാണ്. ജലന്ധരൻ ഞങ്ങളെ ഇരുവരെയും കഠിനമായി അപമാനിച്ചു. അവന്റെ സർവനാശം തീർച്ചയാണ്. അതെ ദേവി, പൂജ്യരും ആദരണീയരും സദ്വൃത്തരുമായവരെ അപമാനിക്കുന്നവർ മൃത്യുവിന് മുൻപ് മൃത്യുവിനാൽ തന്നെ അപമാനിക്കപ്പെടുന്നു. ഇത്ര കണ്ട് അവർ അപമാനിക്കപ്പെടുന്നു. മൃത്യുവിന് മുൻപ് അവർ മൃതപ്രായരാകുന്നു. സർവനാശം ഭവിക്കും അവർക്ക്. ദേവി, അങ്ങയുടെ വികാരം ഞാൻ എന്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ഇരുവരെയും ഇവിടെ ദർശിച്ച് ഞാൻ അതിപ്രസന്നനായി. കാരണം ഈ ദർശനത്താൽ എന്റെ സമസ്യക്ക് സമാധാനം ലഭിച്ചു. അതെങ്ങനെ നാരദ? അതിങ്ങനെ ഭഗവാൻ ഭൂതനാഥൻ എന്നോട് ഒരു കാര്യം പൂർത്തിയാക്കുവാൻ ആജ്ഞാപിച്ചിരുന്നു. നിങ്ങളെ ദർശിക്കുന്നതിന് മുൻപ് ഞാൻ ആത്മസങ്കടത്തിലായിരുന്നു അതെങ്ങനെ പൂർത്തിയാക്കുമെന്ന്. പക്ഷെ നിങ്ങളെ ഇരുവരെയും ദർശിച്ചു കഴിഞ്ഞതോടെ പ്രശ്നം തീർന്നു. അതായത് ആ കാര്യം എനിക്ക് നിശ്ചിന്തനായി പൂർത്തിയാക്കാൻ സാധിക്കും. എനിക്ക് ഭഗവാൻ വിശ്വനാഥന്റെ കൽപ്പനയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലായി. ശ്രീഹരി, എന്ത് കൽപ്പന? എന്ത് കാര്യം? എന്ത് സങ്കടം? സ്പഷ്ടമായി പറയൂ നാരദ. ദേവി, ഈ ജഗത്തിൽ മനസ്സും വാണിയും മാത്രം സ്പഷ്ടമായി, ശേഷം എല്ലാം അസ്പഷ്ടമായാലും എന്തായാലും ജഗത്തിലെ പ്രാണികൾ മുഴുവൻ സന്തോഷിക്കും. നാരദ, നീ വീണ്ടും വാക്കുകൾ കൊണ്ട് കളിയാടുവാൻ ആരംഭിച്ചു. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഉത്തരം പറയാത്തത് എന്താണ്? ദേവി, അവിടുത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള കഴിവ് എനിക്കില്ല. ആ കാര്യം ശ്രീഹരി വിഷ്ണുവിന് സാധിക്കും. നാരായണ നാരായണ. നാരദൻ ഒന്നും പറയാതെ അദർശനായി കഴിഞ്ഞല്ലോ. വൈകുണ്ഠത്തിൽ പോകാം. അവിടെ എത്തിയാൽ എല്ലാം തന്നെ വ്യക്തമാകും. മഹാരാജൻ ജലന്ധരൻ, മഹാരാജൻ ജലന്ധരൻ, മഹാരാജൻ ജലന്ധരൻ, അസുരാധിപതി മഹാരാജൻ ജലന്ധരൻ, സമ്രാട്ടുകൾക്കും സമ്രാട്ട് മഹാരാജൻ ജലന്ധരൻ. സേനാപതി, ആജ്ഞാപിച്ചാലും മഹാരാജൻ. സൈന്യത്തെ ഒരുക്കുക. നാം ഉടനെ സ്വർഗത്തെ ആക്രമിക്കുന്നതാണ്. അവിടുത്തെ ആജ്ഞ പാലിക്കപ്പെടും മഹാരാജൻ. നാരായണ നാരായണ. അപ്പോൾ മഹാരാജൻ ജലന്ധരൻ സ്വർഗത്തെ പിടിച്ചടക്കാനുള്ള ഒരുക്കം നടത്തുകയാണ് അല്ലേ? എന്താ, നമുക്ക് സ്വർഗം പിടിച്ചടക്കാനാകില്ലേ? നാരായണ നാരായണ. മഹാരാജൻ, അങ്ങയുടെ ചോദ്യം അത്യന്തം സരളമാണ്. പക്ഷേ എന്റെ ചോദ്യം ആശ്ചര്യത്തിൽ മുഴുകിയതാണ്. അങ്ങ് ഇതുവരെ സ്വർഗം കീഴടക്കാത്തത് എന്തുകൊണ്ടാണ്? ഗുരു ആജ്ഞ തരാൻ വിളംബം വരുത്തി നാരദ. ഗുരു? ഈ ഗുരു ആരാണ്? നമ്മുടെ ഗുരുവിനെ നിനക്കറിയില്ലേ? ഗുരു ശുക്രാചാര്യനെ. ആഹാഹാഹാഹാഹാ. ഗുരു ശുക്രാചാര്യൻ. പക്ഷേ മഹാരാജൻ, താങ്കൾ അദ്ദേഹത്തെ ആദരവോടുകൂടി ഗുരുദേവനെന്ന് വിളിക്കാത്തത് എന്തേ? ഹ, ഇല്ല. ഈ ദേവൻ, ദേവി, ദേവത ഇവരെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് തന്നെ നമുക്കിഷ്ടമല്ല. ആ ശബ്ദമുരയ്ക്കാൻ നമ്മുടെ നാവിന് ആഗ്രഹവുമില്ല. ഈ ദേവൻ, ദേവി, ദേവത എന്നുച്ചരിക്കുന്നത് നമ്മെ അസ്വസ്ഥനാക്കുന്നു. നാരായണ നാരായണ. എങ്കിലും മഹാരാജൻ, ഗുരുവിന് ഉചിതമായ ആദരവ് നൽകണ്ടേ? താങ്കൾക്ക് ഗുരുവരൻ എന്ന് പറയാമല്ലോ. വരൻ, വരൻ, വരനെന്ന വാക്ക് അധികം സങ്കടകാരിയാണ് നാരദ. നാരായണ നാരായണ. ഇതിൽ സങ്കടം എന്തിരിക്കുന്നു? വരനോട് ഈ കൂടി ചേർന്നാൽ എന്തു ചെയ്യും? ഈ ഈ ഈ ഈ- ഈ എന്താണ് മഹാരാജൻ? അതെ, അതേ മാനവന്മാരുടെയും ദേവന്മാരുടെയും ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ശവത്തിൽ ഈ എന്ന ശബ്ദം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശിവമായി തീരുന്നു. വരനോട് കൂടിച്ചേർന്ന് വീരനായി തീർന്നാലോ? ഗുരുവീരനായി തീർന്നേക്കും. ഒരു സ്ഥലത്ത് രണ്ട് വീരന്മാർ എങ്ങനെ നിലനിൽക്കാനാണ്? നാം വീര ജലന്ധരൻ,
ഗുരുവീരൻ ശുക്രാചാര്യനെ സ്വന്തം മാർഗത്തിൽ നിന്ന് നീക്കിയിരിക്കും. ഹാ നാരദ, അകാരണമായി ഗുരുവിന്റെ പ്രാണനെടുക്കുന്നതിനേക്കാൾ ഉചിതമായിരിക്കുകയില്ലേ നാം കേവലം ഗുരു എന്ന് വിളിക്കുന്നത്? ഉത്തമം, അതി ഉത്തമം, സർവോത്തമം. മഹാരാജൻ ജലന്ധര, താങ്കൾ കേവലം മഹാരാജനല്ല, മഹാജ്ഞാനിയുമാണ്. ഭൂമി അങ്ങയെ ലഭിച്ച് ധന്യായിരിക്കുന്നു. ഹാ, സ്വർഗവും ആകാശവും നമ്മെ ലഭിച്ച് ധന്യരാകും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.